നമസ്കാരം. സ്റ്റെറിലൈസേഷൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വസ്തുവിനെ അണുവിമുക്തമാക്കുകയും അതിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, വൈറസുകൾ എന്നിവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. പൊതുബോധം വളർത്തുകയും അതിലൂടെ അണുബാധ രോഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന വഴികളെ സാനിറ്റേഷൻ എന്നും വിളിക്കുന്നു. കോസ്മെറ്റോളജി സർവീസുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ പ്രക്രിയകളും സാനിറ്റൈസേഷൻ പ്രക്രിയകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എസ്തെറ്റീഷ്യന് പലതരത്തിലുള്ള സാനിറ്റൈസറുകളും സാനിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളും എക്യുപ്മെൻറ്റുകളും ഉപയോഗിക്കേണ്ടി വരും. വെറ്റ് സാനിറ്റൈസർ ടൂളുകളിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റുകളിൽ നിന്നും മുടി ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്രീസും എണ്ണമയവും കളയാൻ കഴുകുക. ഡ്രൈ സാനിറ്റൈസർ ഡ്രൈ ക്യാബിനറ്റ് സാനിറ്റൈസർ എന്നത് ഒരു ആക്റ്റീവ് ഫ്യൂമിഗൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു എയർ ടൈറ്റ് ക്യാബിനറ്റ് ആകുന്നു. സാനിറ്റൈസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റുകൾ എല്ലാം അതാത് സെല്ലോഫെയിൻ എൻവലപ്പുകളിൽ പൊതിഞ്ഞ് ഉപയോഗിക്കാൻ ആകുന്നതുവരെ ക്യാബിനറ്റ് സാനിറ്റൈസറുകളിൽ സൂക്ഷിക്കുക. അൾട്രാവയലറ്റ് റേ സാനിറ്റൈസർ ശുചിത്വം ഉറപ്പാക്കാനായി ടൂളുകളിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റുകളിൽ നിന്നും മുടികളെല്ലാം പൂർണ്ണമായും കളഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് അതിലെ അഴുക്കുകളും ഗ്രീസുകളും എണ്ണമയവും ഒഴിവാക്കുക. അതിനുശേഷം ഇവയെല്ലാം അൾട്രാവയലറ്റ് റേ സാനിറ്റൈസറിൽ അതെല്ലാം വയ്ക്കുകയും ഉപയോഗിക്കേണ്ട സമയം വരെ സൂക്ഷിക്കുകയും ചെയ്യുക. ടൂൾസും എക്യുപ്മെൻറ്റുകളും സാനിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏജൻറ്റുകൾ ഇവയെല്ലാമാണ്. ഫോർമാലിൻ 25% സൊല്യൂഷനാണ് ഇൻസ്ട്രുമെൻറ്റുകൾ സാനിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും ഇൻസ്ട്രുമെൻറ്റുകൾ ഈ സൊല്യൂഷനിൽ മുക്കി വയ്ക്കുക. ഉണ്ടാക്കേണ്ട വിധം: 2 ഭാഗം ഫോർമാലിൻ, 5 ഭാഗം വെള്ളം, 1 ഭാഗം ഗ്ലിസറിൻ. ആൽക്കഹോൾ ഫൈൻ കട്ടിംഗ് എഡ്ജുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ എല്ലാം 70% ആൽക്കഹോൾ മുക്കിയ പഞ്ഞി ഉപയോഗിച്ച് സർഫസ് എല്ലാം തുടച്ചുകൊണ്ട് സാനിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റുകൾ ഡൾ ആകുന്നതിൽ നിന്നും തടയാൻ സാധിക്കുന്നു. 99% ഐസോപ്രോപൈൽ ആൽക്കഹോൾ എന്നത് 70% ഈഥൈൽ ആൽക്കഹോളിൻ്റെ സ്ട്രെങ്ത്തിന് തുല്യമാണ്. ഇതേ ആൽക്കഹോൾ മുക്കിയ പഞ്ഞി ഉപയോഗിച്ച് സർഫസുകൾ ഉരച്ചുകൊണ്ട് ഇലക്ട്രോഡുകൾ വളരെയധികം പെട്ടെന്ന് സാനിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സാനിറ്റൈസറിലോ അൾട്രാവയലറ്റ് റേ സാനിറ്റൈസറിലോ ഉപയോഗിക്കാനാകുന്നതുവരെ സൂക്ഷിക്കാനാകും. ലിക്വിഡ് ലൈസോൾ അല്ലെങ്കിൽ ഫിനോൾ നിലം തുടയ്ക്കാനും സിങ്ക് വൃത്തിയാക്കാനും ടോയ്ലറ്റ് വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നു. ബോറിക് ആസിഡ് കണ്ണുകൾ വൃത്തിയാക്കാൻ 2 മുതൽ 5% സൊല്യൂഷൻ വൈറ്റ് ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്കിന്നിലും ചെറിയ മുറിവുകളിലും ലിക്വിഡ് രൂപത്തിലുള്ള 3 മുതൽ 5% സൊല്യൂഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. അണുക്കളുടെ വളർച്ചയെ ഇല്ലാതാക്കുന്നതോ അഥവാ അണുക്കളെ നശിപ്പിക്കുന്നതായ പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ എന്നത്. എസ്തീഷ്യന് പ്രാക്ടിക്കൽ ഉപയോഗങ്ങളിൽ വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് സ്റ്റെറിലൈസേഷൻ. അണുബാധയും മറ്റ് പകർച്ചവ്യാധികളും പരത്തുന്ന മൈക്രോ ഓർഗാനിസംസുകൾ നശിപ്പിക്കുന്ന പ്രക്രിയയായതിനാൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റ് ഗവൺമെൻറ് ഏജൻസികളും ഇൻസ്ട്രുമെൻറ്റുകളുടെയും എക്യുപ്മെൻറ്റുകളുടെയും ഹോസ്പിറ്റലിൽ നടത്തുന്നത് പോലെയുള്ള പൂർണ്ണമായ സ്റ്റെറിലൈസേഷൻ അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണെങ്കിലും സ്കൂളുകളിലും സല്യൂണുകളിലും വളരെയധികം നിർബന്ധമായും സാനിറ്റൈസേഷൻ പ്രക്രിയകൾ നടത്തേണ്ടതുണ്ട് എന്നുറപ്പുവരുത്തുന്നു. സല്യൂണുകളിൽ, സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഒക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളും എക്യുപ്മെൻറ്റുകളും എല്ലാം വളരെയധികം വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കണം. സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും 2 തരമായി തിരിക്കാൻ സാധിക്കുന്നു. ഫിസിക്കൽ ഏജൻറ്റുകൾ ഇവയെല്ലാമാകുന്നു. മോയ്സ്റ്റ് ഹീറ്റ് ബോയിലിംഗ് 112 ഡിഗ്രി ഫാരൻഹീറ്റിൽ അഥവാ 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വെള്ളം തിളപ്പിച്ചുകൊണ്ട് സ്റ്റെറിലൈസേഷൻ നടപ്പിലാക്കുന്നു. സ്റ്റീമിംഗ് ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന മറ്റൊരു പ്രക്രിയയാണ് സ്റ്റീമിംഗ്. ഓട്ടോക്ലേവ് എന്നത് അടച്ചുറപ്പുള്ള ഒരു എയർ ടൈറ്റ് മെറ്റൽ വെസലാണ്. പ്രഷർ ഡിഫറൻസ് പ്രകാരമാണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നത്. മെഡിക്കൽ ഫീൽഡിലെ
പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കാനായി ഈ മെത്തേഡ് വളരെയധികം ഉപകാരപ്രദമാണ്. ഡ്രൈ ഹീറ്റ് അഥവാ ബേക്കിംഗ്, ബിഡിങ്ങും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും സ്റ്റെറിലൈസ് ചെയ്യാൻ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ പ്രക്രിയയാണ്. ഒട്ടുമിക്ക ബാക്ടീരിയകളെ എല്ലാം തന്നെ അൾട്രാവയലറ്റ് റേസ് നശിപ്പിക്കുന്നു. ഇലക്ട്രിക്കൽ സാനിറ്റൈസറുകൾ സാനിറ്റൈസ് ചെയ്യുവാൻ സ്കൂളുകളിലും സലൂണുകളിലും അൾട്രാവയലറ്റ് റേസ് ഉപയോഗിക്കുന്നു. കെമിക്കൽ ഏജന്റുകൾ ഇപ്രകാരം തരംതിരിക്കപ്പെടുന്നു. സ്ട്രോങ്ങർ സൊല്യൂഷൻസ്, ഡിസിൻഫെക്റ്റുകളും ജെർമിസൈഡുകളും ഫ്യൂമിഗന്റായി ഉപയോഗിക്കപ്പെടുന്നു. വീക്കർ സൊല്യൂഷൻ, ആന്റിസെപ്റ്റിക്കുകളായി ഉപയോഗിക്കുന്നു. ചില ഡിസിൻഫെക്റ്റന്റുകൾ പൊതുവായി ഉപയോഗിക്കപ്പെടുന്നു. ക്വോട്ടേണറി അമോണിയം കമ്പൗണ്ട്സ്, ക്വാട്സ്, ഫോർമാലിൻ, ഈഥൈൽ അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ, ക്രിസോൾ. ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് അണുക്കളെ നശിപ്പിക്കാനോ അണുക്കളുടെ വളർച്ച നിർത്തിവെക്കാനോ കഴിയുന്ന വസ്തുക്കളാണ്. ഇവ ഡിസിൻഫെക്റ്റന്റുകൾ, ജെർമിസൈഡുകൾ വളരെയധികം ശക്തി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. സോപ്പുകൾ ഉപയോഗിച്ച് കൈകളും ഇൻസ്ട്രുമെൻറ്റുകളും കഴുകുന്നതുകൊണ്ട് ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും സോപ്പും വെള്ളവും കൊണ്ട് മാത്രം കൈകളും ഇൻസ്ട്രുമെൻറ്റുകളും പൂർണ്ണമായി സാനിറ്റൈസ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ആൽക്കഹോൾ, ബോറിക് ആസിഡ്, ടിങ്ചർ ഓഫ് അയഡിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫോർമാലിൻ, ക്ലോറമിൻസ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നിവ പ്രധാനപ്പെട്ട ആൻറ്റിസെപ്റ്റിക്കുകളാണ്. മാനുഫാക്ചർ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സാധനങ്ങൾ എല്ലാം ഡൈല്യൂട്ട് ചെയ്തിരിക്കണം. ആൻറ്റിസെപ്റ്റിക്കുകൾ, കൂടുതൽ ശക്തിയേറിയ ഡിസിൻഫെക്റ്റൻറ്റുകൾ എല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ഉപയോഗിക്കണം. കെമിക്കൽ ഏജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസുകൾ ഇവയെല്ലാമാണ്. കെമിക്കലുകൾ ചെറിയ തോതിൽ വാങ്ങുകയും തണുപ്പേറിയതും നനവില്ലാത്തതുമായ സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അവ വായുവോ വെളിച്ചമോ ചൂടോ ഏറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായി മാറും. എല്ലാ കണ്ടെയ്നറുകളും ലേബൽ ചെയ്യുകയും മുറുക്കി അടച്ചു വെക്കുകയും ചെയ്യുക. ലേബൽ ചെയ്യാത്ത ലിക്വിഡുകൾ രുചിച്ചു നോക്കുകയോ മണത്തു നോക്കുകയോ കുലുക്കി നോക്കുകയോ ചെയ്യാതിരിക്കുക. കെമിക്കലുകൾ മിക്സ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും മാനുഫാക്ചർ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചെയ്യുക. ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനു മുൻപും അതിൻ്റെ മുകളിലുള്ള ലേബൽ വായിക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഏതെങ്കിലും കെമിക്കലുകൾ വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ അത് തുടച്ചു മാറ്റാൻ ശ്രമിക്കുക. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ വ്യത്യസ്തമായി വേർതിരിച്ചു വയ്ക്കുക. ഒരു കണ്ടെയ്നറിൽ നിന്നും കൈ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് മാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ഇടയാക്കുന്നു. ഒരു സ്പാറ്റുല ഉപയോഗിക്കുക. കെമിക്കലുകൾ കണ്ണുകളിൽ നിന്നും ദൂരെ മാറ്റിപ്പിടിക്കുക. സലൂണിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സൂക്ഷിക്കുന്നത് വളരെയധികം നിർബന്ധമായ ഒരു കാര്യമാണ്. ഇവിടെ കുറച്ച് പൊതുവായ സാനിറ്ററി പ്രിക്കോഷൻസ് നമുക്ക് നോക്കാം. വൃത്തിയുള്ള യൂണിഫോമുകളും വസ്ത്രങ്ങളും ധരിക്കുക. ഓരോ ട്രീറ്റ്മെൻറ്റിന് മുൻപും ശേഷവും വൃത്തിയായി കൈകൾ കഴുകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൈകൾ ആൻറ്റി ബാക്ടീരിയൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ബാത്റൂമിൽ പോയതിനു ശേഷം കൈകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കഴുകുക. ഒരു ക്ലയൻറ്റിന് ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ആൻറ്റി ബാക്ടീരിയൽ ഡിസൈൻ ഉപയോഗിച്ച് ആൻറ്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് ഇൻസ്ട്രുമെൻറ്റുകൾ സ്പ്രേ ചെയ്യുക. വർക്ക് ഏരിയയും സർവീസിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റേഷൻസും ഇൻസ്ട്രുമെൻറ്റുകളും എല്ലാം വളരെയധികം വൃത്തിയോടുകൂടി സൂക്ഷിക്കുക. ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിനു ശേഷം എക്യുപ്മെൻറ്റുകൾ എല്ലാം ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഇവയെല്ലാമാണ് പഠിച്ചത്. രോഗങ്ങൾ പടരാതിരിക്കാൻ ഉപയോഗിക്കുന്ന വളരെയധികം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും. ഡ്രൈയോ വെറ്റോ UV സാനിറ്റൈസറുകളോ അഥവാ സാനിറ്റൈസിംഗ് ഏജൻറ്റുകളോ കോസ്മെറ്റോളജിയിൽ ഇൻസ്ട്രുമെൻറ്റുകൾ സാനിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫോർമാലിൻ, ആൽക്കഹോൾ അഥവാ ഫിനോൾ, ബോറിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ ശക്തിയായ കെമിക്കൽ ഏജൻറ്റുകളാണ് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സാനിറ്റൈസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റുകൾ എല്ലാം അതാത് സെല്ലോഫെയിൻ എൻവലപ്പുകളിൽ ചുരുട്ടി
ക്യാബിനറ്റ് സാനിറ്റൈസറിൽ അഥവാ അൾട്രാവയലറ്റ് റേ ക്യാബിനറ്റിൽ ഉപയോഗിക്കുന്നതുവരെ സൂക്ഷിക്കുക. നന്ദി.